hope you all are doing well. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ് കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ. ഒരു 3 ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഫുഡ് വെയറും ആൻഡ് ബാഗ്സും കാണിക്കുന്നുണ്ട്. സോ കീപ് വാച്ചിങ് ഗൈസ്. ഓക്കെ, ഇതാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ഒക്കെ പക്ക ഡീസന്റ് എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 200 സംതിങ് ആണ്, 250 ആ ഒരു റേറ്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ അടിയിൽ വേറെ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഈ ഒരൊറ്റ ക്ലോത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇതൊരു സീ ത്രൂ മെറ്റീരിയൽ ഒന്നല്ല വന്നിട്ടുള്ളത്. അങ്ങനെ നിഴലടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും പിന്നെ നമ്മൾ സ്കേർട്ട് ഇടുമ്പോൾ അതിന്റെ അടിയിൽ ഒരു പാൻറ്റോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് 32 മുതൽ 36 വരെയുള്ള സൈസസും അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 34 ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റിന്റെ സ്കേർട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ വെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്വെറ്റ് ഷർട്ട് ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 300 സംതിങ് ആണ്. എനിക്കൊന്ന് 350 ആ ഒരു റേറ്റ് ആണ്. റേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല കേട്ടോ. ഞാൻ റേറ്റ് എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം. ഞാൻ സ്കേർട്ടിന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്രത്തോളം ഇത് വെയർ ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഞാൻ ഇത് വാഷും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആയിട്ട് ഇതിന്റെ ഒരു കളർ ഡാമേജ് ആവുക അല്ലെങ്കിൽ ഇതിന്റെ ക്ലോത്ത് ഇങ്ങനെ പൊന്തി വരൂല, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന്റെ ടെക്സ്റ്റ് വന്നിട്ടുള്ളത് പെയിന്റിലാണ്. വാഷ് ചെയ്യുന്ന ടൈം ഈ ഒരു പെയിന്റ് ഇളകി പോവുക അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതിന്റെയും ഒരുപാട് നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്കൊന്ന് സ്മോൾ മുതൽ തന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ XXL വരെ സൈസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസ് എനിക്കൊന്ന് XL ഓർ XXL, ഇതിൽ രണ്ടിൽ ഏതോ ഒരു സൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് XXL ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള സ്വെറ്റ് ഷർട്ട് എല്ലാം കുറച്ച് ലൂസ് ഫിറ്റിൽ നിൽക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. സോ അതുകൊണ്ട് ഞാൻ XXL ആണ് ചൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. എന്തായാലും ഞാൻ സൈസ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, ഏതാ ചൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ഫുഡ് വെയർ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഫുഡ് വെയർ നോക്കാം. ഇതിൽ ഞാൻ പൊടിയടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് ഓൾമോസ്റ്റ് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു 250 സംതിങ് അങ്ങനെയൊക്കെയാണ്. 300ന്റെ ഉള്ളിലായിട്ടാണ് എന്തായാലും വന്നിട്ടുള്ളത്. റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഇതൊരു ബൂട്ടാണ്. ആ ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ബൂട്ട് കിട്ടാന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വെൽവെറ്റ് മെറ്റീരിയൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കെയർ ചെയ്യാണ്ട്, കാരണം ഇതിൽ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാന്നുള്ളത് കുറച്ച് പണിയാണ്. ആൻഡ് ഇതിന് ചെറിയൊരു ഹീലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള ഫുഡ് വെയർ. ഓക്കെ, ഇനി ഈ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ബാഗ് വന്നിട്ടുള്ളത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് മാത്രമല്ല, വേറെയും കുറെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ കൂടെ, ഷർട്ടിന്റെ കൂടെ, ടീഷർട്ടിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 400 സംതിങ് ആണ്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് 2 കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇതാണ് കേട്ടോ. ഇതിൽ കുറെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് ഇടാൻ വേണ്ടി പറ്റൂല. നമുക്ക് ഫോൺ ഇടാം, ചെറിയൊരു വാലറ്റ് ഇടാം, അങ്ങനെ നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇടാം. പിന്നെ ഇതാ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു കമ്പാർട്ട്മെന്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കോയിൻ പോക്കറ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ അഴിച്ച് മാറ്റാൻ വിട്ട് പറ്റുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ഇതിന്റെ സ്ലിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിട്ട് പറ്റുന്നതാണ് കേട്ടോ. നീളം കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്. അത് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ ഫുൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ട് ഇപ്പോൾ ഓരോന്നിന്റെയും പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ബൂട്ടിന്റെ പ്രൈസ് ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഞാൻ വാങ്ങുന്ന ടൈമിൽ ഒരു 200-250 ആ ഒരു റേറ്റിനായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ 300 സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വെറ്റ് ഷർട്ടിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 269 രൂപ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ
ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിന്റെ സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് ഈ എല്ലാ പ്രൊഡക്റ്റിന്റെയും കൂടിയിട്ട് ഒരു ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് വെറും 1006 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇത്രയും ഇല്ല. എനിക്കൊന്ന് ഈ ഒരു ബൂട്ടിന്റെ റേറ്റ് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ആയത്. അപ്പോൾ 1006 രൂപക്ക് എന്തായാലും നല്ല എക്സ്ട്രാ വർത്ത് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള ആൾക്കാർ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് നോക്കാം. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ഈ ഒരു സൽവാർ സെറ്റാണ്. ഇതിൽ ടോപ്പ് വന്നിട്ടുണ്ട്, ബോട്ടം വന്നിട്ടുണ്ട്, ഷോള് വന്നിട്ടുണ്ട്. ഈ ഒരു ഫുൾ ഔട്ട്ഫിറ്റിന്റെ ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 726 രൂപയാണ്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾക്ക് ഇതിന്റെ ടോപ്പ് നോക്കി നോക്കാം. ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് XL ആണ്. പിന്നെ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത്. ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 2 3 4 ഇങ്ങനെ 4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ബാക്കിയൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ. ആൻഡ് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ്. സ്ലീവ് വന്നിട്ടുള്ളത് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്കും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഒരു ഒനിയൻ പിങ്ക്, ആ ഒരു കളറാണ് വന്നിട്ടുള്ളത്. എല്ലാ സ്കിൻ ടോണുള്ള ആൾക്കാർക്കും നല്ല മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. ആൻഡ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ബോട്ടം ഇതാ ഈ ഒരു ബോട്ടമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോട്ടം എന്താ പറയണ്ടേ, പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എലാസ്റ്റിക് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വേസ്റ്റിന്റെ കൂടി ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വിടുത്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫേർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പാന്റിനായാലും ടോപ്പിനായാലും ലൈനിങ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. 726 രൂപക്ക് എന്തായാലും നല്ല വർത്ത് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു ഷോളാണ് വന്നിട്ടുള്ളത്. ഷോള് നെറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുള്ള് സീക്വൻസി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിഡ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ലെങ്ത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഇനി ഇതിന്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള ഫുഡ് വെയർ നോക്കി നോക്കാം. ആൻഡ് ഫുഡ് വെയർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതിന്റെ ഇപ്പോഴത്തെ കോലം നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇത് ഒരുപാടായി വാങ്ങിയിട്ട് അത്രയും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് മാച്ച് ആയിട്ട് പുതുതായിട്ട് വാങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല, കാരണം ഈ ഒരു ചെരുപ്പന്ന് ഇതിന് നല്ല മാച്ച് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മോന്റെ കയ്യിൽ നിന്നും ഇതിൽ ചായ മറന്നുപോയി. സോ അതുകൊണ്ട് തന്നെ ചായന്റെ ഒരു കറ ഇവിടെ വന്നിട്ടുണ്ട്. അതെങ്ങനെ നോക്കിയിട്ടും പോകുന്നില്ല. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 200-നുള്ളിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു ചായ മറന്നതിന്റെയും പിന്നെ ഞാൻ അത്രയും യൂസ് ചെയ്തതിന്റെ ഒരു മണ്ണും കച്ചറയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മോശമാവില്ല, കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്. കാരണം നല്ല ഭംഗിയും ഉണ്ട്. ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ഈ ഒരു ഫുഡ് വെയർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ബാഗ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാഗ് നോക്കി നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടും വെച്ചതാണ്, അങ്ങനെ കവറിലിട്ട് വെച്ചതാണ് കേട്ടോ മോശമാവാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബാഗ് വന്നിട്ടുള്ളത്. ഇതൊരു ക്രീം കളർ ബാഗാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായത് ഇതിന്റെ സെയിം കളർ തന്നെ വാങ്ങാന്നുള്ളതാണ്. പക്ഷേ വിചാരിച്ചു എല്ലാം സെയിം കളർ ആവുന്നതിനേക്കാളും നല്ലത് വേറൊരു അതിനോട് മാച്ച് ആയിട്ടുള്ള വേറൊരു കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. സോ ഇതാണ് ബാഗ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ക്രീം കളറിലാണ് കേട്ടോ ഈ ഒരു ബാഗ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു സാധനം തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് എന്തിനാണ് ഇവിടെ ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇതിൽ ടോട്ടല് 5 കമ്പാർട്ട്മെന്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു 3 കമ്പാർട്ട്മെന്റ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈ സെന്ററിൽ കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി സ്പേസ് കൂടുതലുണ്ട്. ഇങ്ങനെ 3 കമ്പാർട്ട്മെന്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു കുഞ്ഞു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ടും ഇങ്ങനെ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് പിന്നെ ഇതാ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ചെയിനും പിന്നെ ഈ ഒരു ബാഗിനാണ് സെയിം ഒരു ക്ലോത്ത് എന്താ പറയാ ഓക്കെ അങ്ങനെ വന്നിട്ടുള്ള ഇതുപോലുള്ള ഒരു സ്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള ബാഗ്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും 135 രൂപയാണ് കേട്ടോ.
135 രൂപയാണ് വന്നിട്ടുള്ളത്. ആ ഒരു റേറ്റിന് എന്തായാലും നല്ല വേർത്ത് തന്നെയാണ്. പക്ഷെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, ഇതിന് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എനിക്ക് തോന്നുന്നു ഒരു 70-80 അങ്ങാറ്റും ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരെ 200 സംതിങ് ആണ്. ആ ഒരു റേറ്റിന് ഈ ഒരു ബാഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം മീഷോയിൽ ഒരുപാട് നല്ല നല്ല ബാഗ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു 200-ന് ഈ ഒരു ബാഗ് വാങ്ങുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ കൂടെ ഒരു 50 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ കൂട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബാഗ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത്ര വില, ഇത് ക്വാളിറ്റി ഉണ്ട്, ഈ ഒരു സംഭവം ക്വാളിറ്റി ഉണ്ട്, ഈ ഒരു ബാഗിന്റെ ഈ ഒരു ഇത്ര വരെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു ചെയിന് എന്തായാലും നല്ല കളർ പോകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു സൈഡിലും ഇപ്പോൾ തന്നെ ഇതിനാണ് ഇതുവരെയായിട്ട് യൂസ് ചെയ്തില്ല കേട്ടോ. ഇപ്പോഴത്തെ കളർ ഡാമേജ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു ബാഗിനേക്ക് ആവശ്യമേ ഇല്ല. സോ ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള ബാഗ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ എമൗണ്ട് വന്നിട്ടുള്ളത് 1131 രൂപയാണ്. അതിൽ ആ ഒരു ഫുഡ്വെയറും ഈ ഒരു സൽവാർ സെറ്റും നല്ല വേർത്താണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ഒരു ബാഗിൻ്റെ കാര്യം നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ 135 രൂപക്ക് നല്ല വേർത്താണ്. ആൻഡ് നിങ്ങൾ 200 രൂപ അല്ലെങ്കിൽ 250 രൂപ ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അഡീഷണൽ ആയിട്ടുള്ള ചാർജ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതിൽ അഡീഷണൽ ചാർജ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. സോ ആ ഒരു റേറ്റ് നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെയും ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട് മീഷോയിൽ. അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ തേർഡ് ഡ്രസ്സ് നോക്കി നോക്കാം. തേർഡ് വൺ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ളും തന്നെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഇത് ഞാനൊരു 5-6 തവണ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുള്ള ടോപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 300 സംതിങ് ആണ്. റേറ്റ് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, സ്ക്രീനിൽ കൊടുക്കാം. ആ ഒരു റേറ്റിന് എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പം ഇതിന്റെ സ്ലീവ് 3/4 സ്ലീവ് ആയിരുന്നു. പക്ഷെങ്കിൽ ഇത് ഫുൾ സ്ലീവ് ആയിട്ടാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. നല്ല ലൂസ് ഫിറ്റിൽ നിൽക്കുന്ന ഒരു സ്ലീവ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ റൗണ്ട് നെക്ക് ആയിട്ട് പിന്നെ ഇങ്ങനെ ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട്. ടൈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ്. പിക്കിൽ കണ്ടത് 3/4 ആയിരുന്നു, പക്ഷെങ്കിൽ കിട്ടിയപ്പോൾ ഫുൾ സ്ലീവ് ആയിരുന്നു. നല്ല ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു സ്ലീവ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. സ്ലീവിൽ ബാക്കിലും വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും വന്നിട്ടുണ്ട് കേട്ടോ, സെയിം വർക്ക്. ആൻഡ് നമുക്ക് ഇതിന്റെ കൂടെ വെയർ ചെയ്യാനുള്ള പാന്റ് നോക്കി നോക്കാം. പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ജീനാണ് കേട്ടോ. ഇത് നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതൊരു മോം ഫിറ്റിലാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോം ഫിറ്റിലുള്ള ഒരു പാന്റ് അല്ല, ഇതൊരു ബാഗി പാന്റ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു പാന്റ് ഇട്ടിട്ട് റീൽ ചെയ്യുന്ന ടൈമിലെല്ലാം കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ടായിരുന്നു, ഈ പാന്റ് എങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിറ്റിങ്സ് ഇങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഇത് നല്ല ലൂസ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ജീനാണ്. പക്ഷെങ്കിൽ ഞാൻ അത്യാവശ്യം കുറച്ച് വണ്ണുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള പാന്റ് തീരെ മാച്ച് ആവില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ഇതൊരു മോം ഫിറ്റിലേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 600 സംതിങ് ആണ്. ആ ഒരു റേറ്റ് നല്ല വേർത്ത് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള ജീനാണ് വന്നിട്ടുള്ളത്. സിബ് ആയാലും ബട്ടൺസ് ആയാലും എല്ലാം തന്നെ നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് 34 ആണ്. ഇതിന്റെ 32 മുതൽ 38 വരെ അങ്ങനത്തെ സൈസസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് പാന്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പാന്റ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലൂസ് ഫിറ്റ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാന്റ് ഇഷ്ടമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ലൂസ് ഫിറ്റ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ സൈഡ് കട്ട് ചെയ്തിട്ട് മോം ഫിറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ ഇതാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ ഞാൻ വെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഫുഡ് വെയർ നോക്കാം കേട്ടോ. ഫുഡ് വെയർ വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളർ ഫുഡ് വെയർ ആണ്. ഇത് ഞാൻ കുറെ തവണ യൂസ് ചെയ്തു. ഞാൻ ഇതൊരു 150 ആ ഒരു റേറ്റിന് വാങ്ങിയതാണ്. ഞാൻ യൂസ് ചെയ്ത് ഇതിന്റെ പൈപ്പ് അളകാനായിട്ടുണ്ട്. അത്രയും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടോ. പക്ഷെങ്കിൽ ഈ ഒരു ഇതെന്താ പറയാ, ഈ ഒരു ഇത് ഇളകി പോവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇവിടിങ്ങനെയൊക്കെ കുറച്ച് ചെറിയൊരു കറ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ അത്രയും കുറെ ഇത് യൂസ് ചെയ്തിട്ടോ.
ആ ഒരു റേറ്റിന് എത്രയോ മുതലെടുത്തെന്ന് പറയാലോ, അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 150ക്കുള്ളിലാട്ടോ ഞാൻ ഈ ഒരു ഫുഡ്വെയർ വാങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള ബാഗ് നോക്കാട്ടോ. ബാഗ് ഇതാ, ഈ ഒരു ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, ക്യൂട്ടായിട്ടില്ലേ? ഇത് ഞാനും കുറേ ആയിട്ടോ വാങ്ങിയത്. ഞാൻ ഈ ഒരു ടോപ്പ് വാങ്ങുന്ന ടൈമിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത്. കുറേ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഇത് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കമ്പാർട്ട്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇതിലും കുറേ സാധനങ്ങളൊന്നും നമുക്ക് ഇടാൻ വേണ്ടി പറ്റൂല കേട്ടോ. നമുക്കൊരു ഫോൺ ഇടാം, ചെറിയൊരു വാലറ്റ് ഇടാം, പിന്നെ അത്യാവശ്യം നമ്മുടെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ഇടാം. ഇത് നമുക്ക് ഷോൾഡറിലായിട്ട് ഇങ്ങനെ വെയർ ചെയ്യുകയും ചെയ്യാം, അല്ലാണ്ട് നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കാനും കൂടി പറ്റും കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഈ ഒരു ചെയിൻ ഉണ്ട്, ഇതങ്ങനെ കളറ് പോവാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ ഭയങ്കര നല്ല രസമുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 300-നുള്ളിലായിട്ടാണ് വന്നിട്ടുള്ളത്. 350 ആ റേറ്റിനാണ് വന്നിട്ടുള്ളത്. ആ റേറ്റിന് എന്തായാലും നല്ല വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, കാരണം ഞാൻ ഇത് അത്രയും യൂസ് ചെയ്തിട്ടോ. അപ്പൊ ഇതാണ് ഫുൾ സെറ്റ് വന്നിട്ടുള്ളത്. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഫുൾ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് 1279 രൂപയാണ്. ഞാനിപ്പോൾ ഇതിന്റെ പ്രൈസ് ഓരോരോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നോക്കിയപ്പോൾ ഈ ഒരു ജീന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, 500 ആയിട്ടുണ്ട്. ഞാൻ അന്നേരം 600 സംതിങ്ങിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ 500 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു ഡ്രസ്സിന്റെയും ബാഗിന്റെയും ഫുഡ്വെയറിന്റെയും എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ആവശ്യമുള്ള ആൾക്കാർ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന്റെ അടുത്തായിട്ട് ചെറിയൊരു ബെൽ ബട്ടൺ കൂടി കാണും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ഗൈസ്.